കോഴിക്കോട് എലത്തൂരിൽ യാത്രക്കാരൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു. സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് നിഗമനം. റെയിൽവേ ട്രാക്കിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗ് കണ്ടെത്തി. ബാഗിനുള്ളിൽ നിന്ന് ഒരു കുപ്പി പെട്രോളും മൊബൈൽ ഫോണും കണ്ടെടുത്തു. എലത്തൂർ പാലത്തിന് സമീപത്തെ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അക്രമിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ പുലർച്ചെ റെയിൽവേ ട്രാക്കിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു കുഞ്ഞിന്റെയും ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും മൃതദേഹമാണ് ട്രാക്കിൽ കണ്ടെത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഭയന്ന് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഇന്നലെ രാത്രിയാണ് കേരളത്തെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഒരാൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു റെഡിഷ് ബ്രൗൺ ആ ഒരു ഷെയ്ഡുള്ള ഒരു കുപ്പായ ഇട്ട ഒരാളാണ്. സാധാരണ ഒരു മനുഷ്യൻ. അയാൾ കയ്യിൽ 2 കുപ്പി നമ്മളെ വെള്ളം ഒക്കെ കുടിക്കാനുള്ള കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയിൽ പെട്രോളാണ്. അതിൻ്റെ ഒരു സ്വഭാവം കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഒറ്റ നോട്ടത്, കാരണം ഇൻസ്റ്റൻ്റായിട്ട് തീപ്പാളിയിരുന്നു. അതിൻ്റെ കളറ് പെട്രോളിൻ്റെ കളറാണ്. പെട്രോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് അറിയാമല്ലോ, അതിൻ്റെ കളർ പെട്രോൾ തന്നെയാണ്. അപ്പോൾ പെട്രോളിൻ്റെ മൂടി അയാൾ മൂടി തുറന്നപ്പോൾ ഞാൻ ഇതിൽ എന്തോ ഒരു അപകടം മണത്തു. എന്താണെന്ന് അറിയില്ല, കാരണം ഇയാളെ നമുക്കും പെട്ടെന്ന് വരില്ല. നമ്മൾ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ വിൻഡോ സൈഡിലാണ്. വിൻഡോ സൈഡിൽ നിന്ന് ഞാൻ ഉടനെ എഴുന്നേറ്റു. അപ്പോൾ ഉടനെ അയാൾ വീശി. ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ അങ്ങ് വീശി. ആരെ ലക്ഷ്യം വെച്ചാണ് വീശി? ലക്ഷ്യം വെച്ചതാകെ സാധ്യതയില്ല, കാരണം എന്നാൽ 4ാമത്തെ റോ വരെയുള്ള ആൾക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. 1ാമത്തെ റോയിലെ നമ്മളെ ആൾക്കാരുണ്ടായിരുന്നു, 2, 3, 4 ആ റോയിൽ ഇത്രയും റോയിലെ ആൾക്കാർക്ക് അയാൾ ആരെയും നോക്കിയിട്ടല്ല വിശില്ല. അയാൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ഒന്നുമില്ല. വളരെ സൈലൻ്റായി വന്നു. സൈലൻ്റായിട്ട് നമ്മൾ 1ാമത്തെ റോയിൻ്റെ എൻട്രൻസ് പോയിന്റിൽ നിന്നു. അവിടെ നിന്നിട്ട് അയാൾ മൂടിയെടുത്ത് അയാൾ എൻ്റെ മേത്ത് എൻ്റെ തലയിൽ പെട്രോളായി, എൻ്റെ കുപ്പായത്തിൽ പെട്രോളായി. പക്ഷെ മൂടിയെടുത്ത് അയാൾ ഫസ്റ്റിലത്തെ കുപ്പി ഒഴിച്ച ഉടനെയാണ് അയാൾ തീ കൊളുത്തുന്നത്. തീ ആ പോയിന്റിന് തൊട്ട് മുന്നെയാണ് ഞാൻ ഇയാൾ ക്രോസ് ചെയ്തിട്ട് കോറിഡോറിലേക്ക്, അതായത് ടോയ്ലറ്റിൻ്റെ സൈഡിലേക്ക് ചാടിയത്. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ തലയിലെ ഈ സൈഡിലെ മുടി തീ പിടിച്ച് കത്തിപ്പോയി. എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് സ്ക്രീൻ ഗാർഡ് അപ്പോൾ തന്നെ കത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പെട്രോളായിരുന്നു. പക്ഷേ ഈ ജ്യോതീന്ദ്രനാഥിനും പ്രകാശിനും ഇയാളെ കണ്ടിരുന്നില്ല പെട്ടെന്ന്. അപ്പോൾ അവർ തീ പ്രകാശും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്? എൻ്റെ നേരെ സൈഡിലായിരുന്നു ജ്യോതീന്ദ്രൻ. അറിയുന്ന ആളുകളാണ്? ഞങ്ങൾ 3 പേരും KSEBിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരാണ്. കണ്ണൂർ ജില്ലയിലെ പ്രകാശൻ പാപ്പിൻശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ജ്യോതീന്ദ്രനാഥ് തളിപ്പറമ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഞാൻ കണ്ണൂരിലെ IT വിഭാഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മൾ 3 പേരും സഹപ്രവർത്തകരാണ്, എഞ്ചിനീയറിംഗ് കോളേജിലെ സഹപാഠികളാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപാഠിയായും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന റൂബി എന്ന് പറയുന്ന ലേഡിയുണ്ട്. അവർ 4ാമത്തെ റോയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കും പൊള്ളലേറ്റു. ഇങ്ങനെ ആക്കുന്നുണ്ട്. അവർ മെഡിക്കൽ കോളേജിലുള്ളത്. പ്രകാശിനും റൂബിക്കും കുറച്ചുകൂടി കുറഞ്ഞ പൊള്ളലാണ്. ജ്യോതിക്ക് കുറച്ചും കൂടി അധികം പൊള്ളലുണ്ട്. കാരണം ഈ പെട്രോൾ നേരെ നിലത്ത് വന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായി. നിലത്തുനിന്ന് അടക്കം തീ പിടിച്ചു. അപ്പോൾ എന്തോ രീതിയിൽ തീ കത്തി, ഇൻസ്റ്റൻ്റായി തീ കത്തി. അപ്പോൾ ഇൻസ്റ്റൻ്റായി തീ കത്തിയോണ്ട്, കാരണം ഒരു 2 സെക്കൻഡ് പോലും എടുത്തില്ല ഇയാൾ എണ്ണ ഒഴിച്ച് തീ കത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തീപ്പെട്ടിക്ക് ആ സമയത്ത് സാധ്യത വളരെ കുറവാണ്. എത്ര പേർക്ക് പൊള്ളലേറ്റുണ്ടാവും നിങ്ങൾ കണ്ട കാഴ്ചയിൽ? എൻ്റെ കാഴ്ചയിൽ 5-8 പേർക്ക് പൊള്ളലേറ്റതായിട്ടാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയത്. കാരണം നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ള 6 പേരെ മാത്രമാണ് അറിയുക. ഈ 6 പേരിൽ 3 പേർക്കാണ് പൊള്ളലേറ്റത്. എനിക്കൊക്കെ കുറച്ച് കത്തിപ്പോയിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഞാൻ ഇൻസ്റ്റൻറ്റിൽ ചാടി രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ജ്യോതിയേക്കാൾ കൂടുതൽ പെട്രോൾ എൻ്റെ മേത്തായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പെട്ടെന്ന് മറികടക്കാൻ പറ്റി. ഇവരൊന്നും ഇയാളെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പലരും ഈ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫോണിലോ പുറത്തൊക്കെ അല്ലേ നോക്കി നിൽക്കുക. ഇത് എന്തോ യാദൃശ്ചികമായിട്ട് ഇവരെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ്
അതിൽ രക്ഷപ്പെടാൻ പറ്റിയ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ വെറുതെ ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ട്രാവലേഴ്സാണ്. ആൾക്കാർ വെറുതെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യല്ലേ, ചിലർ ഉറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മേലെ ഇപ്പം നമ്മൾ അവരിയ്ക്കുകയും ഇയാൾ നിൽക്കുകയല്ലേ ചെയ്യുന്നത് അക്രമി. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഈ വീശി ഒഴിക്കുമ്പോൾ ഇവരുടെയൊക്കെ തലയിലും കുപ്പായത്തിലാണ് വീഴുന്നത്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെ പ്രൊവോക്കേഷനും ഇല്ലാതെ പെട്ടെന്ന് അയാൾ കയറി വരിക. പ്രൊവോക്കേഷനും ഇല്ലാന്ന് മാത്രമല്ല, അയാൾ അങ്ങനെ ഓടിക്കിതച്ചിട്ടൊന്നുമല്ല, അയാൾ മെല്ലെ വന്ന് അവിടെ വന്ന് നിന്നിട്ടാണ് ചെയ്തത്. കമ്പാർട്ട്മെന്റിൽ തന്നെ ഈ അയാൾ ഉണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റിന്റെ പുറത്തുനിന്നാണ് അയാൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ടോയ്ലറ്റിന്റെ സൈഡിൽ നിന്ന് അയാൾ ഇങ്ങോട്ട്. റണ്ണിങ്ങിലായിരുന്നില്ല ട്രെയിൻ റണ്ണിങ്ങിലാണ്. അയാൾ എന്തായാലും കോഴിക്കോട് നിന്നോ അല്ല അതിന് പിറകിൽ ഏതെങ്കിലും സ്റ്റേഷനൊന്നും കയറിയതാവാനല്ലേ സാധ്യതയുള്ളൂ. അല്ലാതെ അയാൾക്ക് വഴിയിലൊന്നും പറ്റില്ല. പിന്നെ ഏലത്തൂർ കഴിഞ്ഞാൽ അവിടെ വേറെ സ്റ്റോപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അതിലും മുന്നേ അപായ ചങ്ങല വലിച്ചതും അയാൾ തന്നെയാണ്. അല്ലല്ല, അപായ ചങ്ങല വലിച്ചത് ഈ തീപിടുത്തവും പാനിക് സിറ്റുവേഷൻ വന്നപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഭയങ്കര നിലവിളിയും ബഹളവും തീയും ഒക്കെ കണ്ടപ്പോൾ പിന്നെ യാത്രക്കാരാണ് അപായ ചങ്ങല വലിച്ചത്. അത് അയാളുമായിട്ട് ബന്ധമില്ല. അയാള് ഈ പാനിക് സിറ്റുവേഷൻസ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അക്രമിയിൽ. അയാൾ ഒറ്റക്ക് ആണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കോറിഡോറിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഒറ്റക്ക് വന്ന് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ഇനി വേറെ എവിടെയാലും ആൾക്കാർ കവർച്ച എന്തെങ്കിലും ആണോ അതിന്റെ പിന്നിൽ? ഒന്നും ആകാൻ സാധ്യത കുറവാണ്. കാരണം കവർച്ച ചെയ്യേണ്ട അങ്ങനെ ഒരു സാധാരണ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലെ ട്രാവലേഴ്സിന്റെ ഇടയിൽ വന്നിട്ട് കവർച്ച ചെയ്യേണ്ടിക്കഴിഞ്ഞാൽ തീ പിടിച്ചതിനെ കൊണ്ട് കവർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാനിക്കാവും. അപ്പോഴൊക്കെ എല്ലാ കോച്ചിൽ നിന്നും ആൾക്കാർ ഓടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കവർച്ച ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമൊന്നും ഉണ്ടാക്കാനൊക്കെ പാടായിരിക്കും. പ്ലാൻഡ് ആയിരുന്നു. പ്ലാൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ലക്ഷ്യം വെച്ചിട്ടാണോ വെച്ചിട്ടല്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നുന്നത്. കാരണം ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളടക്കമുള്ള പിന്നെ പല സെറ്റ് ഓഫ് ട്രാവലേഴ്സിനെ ഒന്നിച്ചിട്ട് എണ്ണ ഇപ്പം പെട്രോള് ഇപ്പോൾ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യം വെച്ചിട്ടല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരാളയാൾക്ക് ലക്ഷ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സാധ്യത വളരെ കുറവാണ്. കാരണം പല സെക്ടേഴ്സിനുള്ള ഇപ്പം അതിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുണ്ട്, KSEB ഉദ്യോഗസ്ഥന്മാരുണ്ട്, വേറെ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സംസാരം ഉണ്ടായില്ല. അത് അക്കാര്യം ഞാൻ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. അയാൾ കോറിഡോറിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബഹളം വെച്ചിട്ടോ എന്തെങ്കിലും ഇപ്പം വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്നാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വെറുതെ പറയുന്നത് ആ കോച്ചിലേ കാരണം ഞാൻ എൻട്രി പോയിന്റിലുള്ള എൻ്റെ പിറകിലുള്ള ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള വാക്കേറ്റവും ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായില്ല. ഒരു വാക്കേറ്റവും ആ കോച്ച് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. 9:10 കോഴിക്കോട് നിന്ന് ട്രെയിൻ വിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9:15 9:20 ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ എക്സാക്ട് ഒരു 10 മിനിറ്റ് വേണ്ട എന്തായാലും എലത്തൂരെത്താൻ വേണ്ട ടൈം. അപ്പോൾ അത് ഏകദേശം ആ സമയമായിട്ടുണ്ടാവും. ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കേട്ടത്. പ്രത്യേകിച്ച് ആരെയെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരാക്രമണമായിരുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അശ്വിൻ വല്ലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഇന്നലെ 9:11 കോഴിക്കോട് നിന്നും ട്രെയിൻ പുറപ്പെട്ട് എലത്തൂരിൽ എത്തുമ്പോൾ ഈ ആക്രമണമുണ്ടാകുന്നത് ഏതാണ്ട് 12 മണിക്കൂർ ആകാൻ പോവുകയാണ്. ഇപ്പോഴും കൃത്യമായ വിവരം ആരാണ് പ്രതിയെന്നോ എന്താണ് പ്രതിയുടെ ലക്ഷ്യമെന്നോ സംബന്ധിച്ച് നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരൂഹതയായി ഇപ്പോഴും തുടരുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നതായാണ് അറിയുന്നത്? രേണുക, ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവം നടന്നിട്ട്, ആക്രമണം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതിന്റെ ഒരു മോട്ടീവ് എന്താണ്, ഇത്തരത്തിൽ ഒരു ക്രൈം നടക്കണമെങ്കിൽ ഇതിന്റെ ഒരു മോട്ടീവ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. ഞാനിപ്പോൾ ഉള്ളത് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് പരിസരത്താണ്. എലത്തൂർ റെയിൽവേ ഇന്നലെ 9:11 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുന്നത്. പിന്നീട് എലത്തൂർ പിന്നിടുമ്പോഴേക്ക് 10-15 മിനിറ്റ് കഴിഞ്ഞ് ആയിരുന്നു. ആ സമയത്തിനിടയിലാണ് അക്രമി, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തതിന് ശേഷമാണ് അക്രമി ഇങ്ങനെ യാത്രക്കാരുടെ മേലേക്ക് പെട്രോൾ സ്പ്രേ ചെയ്യുന്നതും തുടർന്ന് തീ കൊളുത്തുന്നതും. ആ സമയത്ത് തീ ആളിപ്പടർന്നു. ഈ D1 കമ്പാർട്ട്മെന്റിനകത്ത് തീ ആളിപ്പടർന്നപ്പോഴാണ് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയിറങ്ങാൻ ശ്രമിച്ച യാത്രക്കാരാണ് 3 പേർ ഇന്നലെ രാത്രി, അവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ രാത്രി ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കിട്ടിയത്. മാത്രമല്ല ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു തെളിവ് കൂടി ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ
പരിസരത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാളിന്റെ ബാഗാണ്. ആ ബാഗിന്റെ ഫോറൻസിക് പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഫോറൻസിക് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ ബാഗ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ലഭിക്കുന്നു. ആ കാണുന്നതാണ്, നമ്മൾ അടുത്ത് കാണുന്നതാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ. എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് ഉള്ള സ്ഥലത്താണ് ബാഗ് കണ്ടത്. ഈ ബാഗ് ഇയാളുടേത് തന്നെ ആയിരിക്കും എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്താനുള്ള ഒരു പ്രധാന കാരണം ഈ ബാഗിൽ ഒരു കുപ്പി പെട്രോൾ കൂടെ ഉണ്ടായിരുന്നു. 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലിൽ പകുതിയോളം പെട്രോൾ ഇതിലുണ്ടായിരുന്നു. ഈ അക്രമി ഇന്നലെ ട്രെയിനിൽ തീ കൊളുത്തിയത് 2 കുപ്പി പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അയാൾ 3 ബോട്ടിലിൽ പെട്രോളും കൊണ്ടാണ് ഇന്നലെ ആ ട്രെയിനിൽ കയറിയത്. അപ്പോൾ ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണമല്ല എന്ന് ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. അത് ഈ ഇത്രയും അധികം പെട്രോൾ കയ്യിൽ കരുതുക, അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു കൂടെ തന്നെയാണ് ഈ അക്രമി ഇന്നലെ രക്ഷപ്പെട്ടത്. ഇവിടെ ഈ ട്രെയിൻ നിർത്തിയപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി ഓടിയ അക്രമിയുടെ കയ്യിൽ നിന്ന് ഇന്നലെ ബാഗ് നഷ്ടപ്പെട്ടതാവാനാണ് സാധ്യത. ഈ ബാഗിലുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. ഈ അക്രമിയുടെ വസ്ത്രങ്ങളുണ്ട്, മൊബൈൽ ഫോണുണ്ട്, 2 നോട്ട് പുസ്തകങ്ങളുണ്ട്, അതേപോലെ ടിഫിൻ ബോക്സ് ഉണ്ട്, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ പാക്കറ്റുകളുണ്ട്, ആണികൾ, അതേപോലെ തന്നെ പെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ നോട്ട് പുസ്തകത്തിലെ ചില വിവരങ്ങൾ പ്രധാനമാണ്, അതേക്കുറിച്ച് പറയണം എന്ന് തോന്നുന്നു. അത് ഇയാളുടെ ദിനചര്യയെക്കുറിച്ച് ബന്ധിപ്പിക്കുന്ന ചില നോട്ടുകളാണ് കൂടുതലായും ഉള്ളത്. കൃത്യമായി ഡേറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ നോട്ടുകൾ മുഴുവനും എഴുതിയിരിക്കുന്നത്. അത് ഈ 2022 നോട്ടുകളാണ്. തൻ്റെ ജീവിതം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഗോൾസ് എന്താവണം, എങ്ങനെയൊക്കെ മാറണം എന്നൊക്കെ വ്യക്തമാക്കുന്ന ചില നോട്ട്സാണ് ഇതിനകത്തുള്ളത്. അതിൽ ആവർത്തിച്ചെഴുതിയിരിക്കുന്ന ഒരു പേര് ശ്രദ്ധേയമാണ്. ഷാരൂഖ് ഷെയ്ഖ് കാർപ്പൻറ്റർ എന്നുള്ള പേരാണ് ഇതിനകത്തുള്ളത്. അത് അയാളുടെ പേര് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. മറ്റു ചില പേരുകളും ഈ നോട്ട് പാഡിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇയാളുടെ ജോലി സംബന്ധിച്ചുള്ള ചില സൂചനകൾ, ഇയാൾക്ക് മരപ്പണിക്കാരനാണ് എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകളുണ്ട്. ചില സ്കെച്ചുകൾ, ഫർണിച്ചറിൻ്റെയൊക്കെ സ്കെച്ചുകളുണ്ട്. അതേപോലെ ജോലി സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ അതിനകത്തുണ്ട്. കിട്ടാനുള്ള പണത്തെക്കുറിച്ചുണ്ട്. മാത്രമല്ല ഈ എന്തൊക്കെ തരത്തിൽ പണം ഓരോ ദിവസവും എന്തൊക്കെ തരത്തിൽ പണം ചെലവഴിക്കുന്നു എന്നത് സംബന്ധിച്ചുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ നമ്മൾ കണ്ടിടത്തോളം ഫോറൻസിക് സംഘം ഈ നോട്ട് പുസ്തകം പരിശോധിച്ച സമയത്ത് നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിശോധനയിൽ കണ്ടിടത്തോളം ഇതിൽ തന്നെ തീവ്രവാദമെന്തോ അത്തരത്തിലുള്ള ഒന്നും വ്യക്തമാവുന്ന തരത്തിലുള്ള ഒന്നും തന്നെ നോട്ടിലില്ല. ഒരു പക്ഷേ ഇത് ബോധപൂർവം ഈ ബാഗ് ഉപേക്ഷിച്ചതാവാനുള്ള സാധ്യതയുമുണ്ട്. അന്വേഷണം വഴിതിരിച്ചു വിടാനോ മറ്റോ ഒക്കെ ആയിട്ട് ബോധപൂർവം ഈ ബാഗ് ഉപേക്ഷിച്ചതാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയ ആക്രമണമല്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെടുന്നത് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഹൈവേയുടെ ഭാഗത്തേക്ക് ഓടിയ ഇയാൾ ഒരു ബൈക്കിൽ കയറിയാണ് രക്ഷപ്പെടുന്നത്. ആ ബൈക്കിൽ ഇയാൾ ലിഫ്റ്റ് ചോദിച്ച് കയറുകയല്ല, മറിച്ച് ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ബൈക്ക് എത്തി അതിൽ കയറി പോകുന്നത് പോലെയാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് വ്യക്തമാവുന്നത്. 2-3 CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ചുവന്ന കള്ളി ഷർട്ടിട്ട ഒരാൾ ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും തന്നെ ഇയാളെ തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ആക്രമണം നടത്തണമെന്നും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വണ്ടി വരണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതിന് ശേഷം തന്നെയായിരിക്കണം ആ ആക്രമണം നടന്നത്. അല്ലാതെ ഒരു സാധ്യതയും അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളതായിട്ടില്ല. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് പോലീസ് ഇതൊരു ആസൂത്രിതമായ ആക്രമണമാണോ എന്നുള്ളത്. തീർച്ചയായും ആസൂത്രിതമായ ആക്രമണമാണോ എന്ന സംശയം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ലഭിച്ച തെളിവുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അശ്വിൻ, ഈ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ആ മൊബൈൽ ആ ബാഗിൽ നിന്ന് ഫോറൻസിക് സംഘം എടുക്കുന്നതൊക്കെയും. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളുണ്ടോ? സാധാരണ ഇപ്പോൾ പല കേസുകളുടെയും പ്രധാന തുമ്പ് മൊബൈൽ ഫോണും അതിന്റെ ഉപയോഗവും എന്ന് വരുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ മൊബൈൽ ഫോൺ ആ ബാഗിൽ നിന്ന് കിട്ടുന്നത് ഒരു നിർണായക തെളിവല്ലേ? അത് കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ അന്വേഷണം? തീർച്ചയായിട്ടും രേണുക, ഈ മൊബൈൽ ഫോൺ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, ഇയാളെ സംബന്ധിക്കുന്ന നിർണായകമായ വിവരങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കും. പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം, മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ ഓഫാണ്. മാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗികമായിട്ട് തകർന്ന നിലയിലാണ്. അതുകൊണ്ട്
ഇയാൾക്ക് ഈ മൊബൈൽ ഫോൺ സൈബർ ഫോറൻസിക് സംഘത്തിന് കൈമാറേണ്ടതുണ്ട്. അവരുടെ പരിശോധനയിലായിരിക്കും ഈ മൊബൈലിലെ ഉള്ളടക്കത്തെക്കുറിച്ചും ഇയാളുടെ കോൾ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും ഒക്കെ തന്നെയുള്ള വിശദാംശങ്ങൾ ലഭിക്കുക. പക്ഷേ അപ്പോഴും ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കാര്യം ഒരു ചോദ്യം തന്നെയാണ്. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇയാളിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ, അയാൾ ബോധപൂർവം ഇത് ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അന്വേഷണം വഴിതിരിച്ചു വിടുക ഒരു ലക്ഷ്യം, പ്രത്യേകിച്ച് ഇത്രയധികം ആസൂത്രണം നടത്തി ചെയ്യുന്ന ഒരു ക്രൈമിൽ ഇതേപോലെ ഒരു നിർണായകമായ തെളിവ് ആവാവുന്ന ഒരു ബാഗ് നഷ്ടപ്പെടുക എങ്ങനെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. അത് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ ബോധപൂർവം ഉപേക്ഷിച്ചതാവാം. ഇതൊക്കെ നിഗമനങ്ങളാണ്. ഇക്കാര്യത്തിലൊക്കെ എത്തേണ്ടത്, ഈ ലഭിച്ച തെളിവുകളൊക്കെ വിശകലനം ചെയ്ത് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തേണ്ടത് തീർച്ചയായിട്ടും അന്വേഷണ സംഘം തന്നെയാണ്. തീർച്ചയായും നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ പോലീസിൽ നിന്നും മറ്റും നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആദ്യഘട്ടത്തിൽ ഒരാളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം എന്ന രീതിയിലൊക്കെയാണ് വാർത്ത വന്നത്. പക്ഷേ അതിന്റെ സ്വഭാവം മാറുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതായിരുന്നില്ല ലക്ഷ്യമെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക, പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രവും. അശ്വിൻ, ഇവിടെ ഇതിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് സംശയിക്കുന്നതിനൊരു കാരണമായി പറഞ്ഞത് ഈ CCTV ദൃശ്യങ്ങളും പ്രതി അവിടെ ഇറങ്ങി ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളുമാണല്ലോ. പക്ഷേ നമ്മളോട് അല്പം മുമ്പ് നമ്മൾ കണ്ട ബൈറ്റിൽ, ഈ ദൃക്സാക്ഷി ട്രെയിനിൽ ഉണ്ടായിരുന്ന ആളുടെ ബൈറ്റിൽ യാത്രക്കാരാണ് ഈ ട്രെയിൻ അവിടെ നിർത്തുന്നത്, ചങ്ങല വലിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ? പ്രതിയാണ് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയതെന്നാണ് ആദ്യഘട്ടത്തിൽ വന്ന വിവരം. പക്ഷേ നമ്മളോട് ആ ദൃക്സാക്ഷികൾ പറയുന്നത് പരിഭ്രാന്തരായ ജനങ്ങൾ തന്നെയാണ് ചങ്ങല വലിച്ച് ആ സ്ഥലത്ത് ട്രെയിൻ നിർത്തുന്നതെന്നാണല്ലോ. രേണുക, ഈ യാത്രക്കാരാണ് ട്രെയിൻ നിർത്തിയത് എന്നതൊക്കെയും ഇന്നലെ രാത്രിയിലുണ്ടായിരുന്ന നിഗമനങ്ങളാണ്. ഇത് സംബന്ധിച്ച് ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ട്രെയിനിലുണ്ടായിരുന്നോ, ഇയാളോടൊപ്പം ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ ഈ കൃത്യത്തിൽ പങ്കാളിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഒരു പക്ഷേ കൂടുതൽ ആളുകൾ കമ്പാർട്ട്മെന്റിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെ ട്രെയിൻ നിർത്താനും ഒക്കെയുള്ള സാധ്യത, അത്തരത്തിലൊക്കെയുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. അത് യാത്രക്കാർ തന്നെയാണോ ഇത് നിർത്തിയതെന്നൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആരാണ് ചെയിൻ വലിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അടുത്ത സ്റ്റേഷൻ കോഴിക്കോട് വിട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ കൊയിലാണ്ടിയാണ്. അതിനിടയിലുള്ള എലത്തൂരിൽ ട്രെയിൻ നിൽക്കുക എന്നുള്ളതനുസരിച്ചായിരുന്നു പ്ലാനിംഗ് എങ്കിൽ, അല്ലെങ്കിൽ എലത്തൂരിന് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ പറഞ്ഞതുപോലെ ആക്രമണം നടത്തുകയും ഇതുവഴി രക്ഷപ്പെടാമെന്നൊക്കെയായിരുന്നു പ്ലാനിംഗ് എങ്കിൽ അതിനു വേണ്ടി അത് നടപ്പാക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ ട്രെയിനിലുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇന്നലെ ഇയാൾ ഈ തീ കൊളുത്തിയ സമയത്ത് ട്രെയിനിലേക്കുള്ള കാറ്റും അതേപോലെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതും ഒക്കെ കൂടി ആയപ്പോൾ തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വേഗം തന്നെ തീ ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരാൾക്ക് ഏറെക്കുറെ പൂർണ്ണമായും തീ പിടിച്ചതുപോലെ, ഒരാളുടെ വസ്ത്രങ്ങളിൽ ഏറെക്കുറെ പൂർണ്ണമായും തീ പിടിച്ചതുപോലെയുള്ള സാധ്യതയുണ്ടായിരുന്നു. അയാൾ ഉടൻ തന്നെ ട്രെയിനിലെ ബാത്റൂമിലേക്ക് ഓടിക്കയറി വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് അത് അപകടം ഒരു പരിധിവരെ നിയന്ത്രണത്തിലായത്. കാരണം ഇത് ആൾക്ക് തീപിടിച്ചത് കമ്പാർട്ട്മെന്റിനകത്ത് വെച്ച് തന്നെയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കമ്പാർട്ട്മെന്റിനകത്ത് തന്നെ ബോയ്ക്കകത്ത് തന്നെ തുടർന്നിരുന്നെങ്കിൽ കൂടുതൽ പേരിലേക്ക് തീ പടരാനും മാത്രമല്ല തീപിടുത്തം കുറെ കൂടി രൂക്ഷമാവാനുമുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപകടത്തിന്റെ തീവ്രത കുറച്ചത് അയാളുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൂടിയായിരുന്നു എന്ന് പറയാതെ വയ്യ. ആ സമയത്ത് അദ്ദേഹം ബാത്റൂമിലേക്ക് കടന്നു കയറി തീ കെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഈ സമയത്ത് യാത്രക്കാരൊക്കെ പരിഭ്രാന്തിയിലായിരുന്നു. അതാണ് ഈ 3 മരണങ്ങൾ കൂടെ തെളിയിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് ഈ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ 3 പേർ ചാടി ഇറങ്ങിയത് എന്നുള്ള നിഗമനത്തിലാണ്. ട്രാക്കിൽ തലയിടിച്ചാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ തരത്തിൽ അങ്ങനെ ഈ പരിഭ്രാന്തിയുടെ ചില നിമിഷങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു ട്രെയിനിൽ. അതുകൊണ്ടാണ് ആളുകളിൽ നിന്ന് പരസ്പര വിരുദ്ധമായ മൊഴികൾ ഇന്നലെ ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറെ കൂടി കാര്യങ്ങളിൽ വ്യക്തത വരികയാണ്. ഇയാൾ കൊണ്ടുവന്നിരുന്നത് 2 കുപ്പി പെട്രോൾ അല്ല, മറിച്ച് 3 കുപ്പി പെട്രോൾ ഉണ്ടായിരുന്നു. അതിൽ 2 കുപ്പി പെട്രോൾ ഉപയോഗിച്ചു. 3ാമത്തെ കുപ്പി പെട്രോൾ ബാഗിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇയാളുടെ തന്നെ ബാഗാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള, ആക്രമണം നടത്തിയ ആളുടെ തന്നെ ബാഗാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. മറ്റൊന്ന് ഈ CCTV ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് ഈ ട്രെയിൻ നിർത്തിയ സ്ഥലത്ത് നിന്ന് പിന്നോട്ടേക്ക് ഓടിക്കഴിഞ്ഞാലാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തുക. ആ പോകുന്ന വഴിയിലാണ് ബാഗ് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റേഷൻ പരിസരത്ത് കൂടെ തന്നെയായിരിക്കണം ഇയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. കാരണം ഇന്നലെ ഈ ഡോഗ് സ്ക്വാഡ് ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയപ്പോൾ
റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിന് അടുത്ത് വരെയാണ് പോലീസ് നായ മണം പിടിച്ചെത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നായ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഒന്നുകിൽ ഇയാൾ ഫോൺ ചെയ്തിട്ടുണ്ടാവണം, ഇയാളുടെ സഹായിയെ ഫോൺ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സഹായി അവിടെ കാത്തു നിൽക്കുകയായിരുന്നിരിക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരാളുടെ സഹായം ചോദിച്ച് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചോദിച്ച് കയറിപ്പോയതല്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇതിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസിന്റെ കയ്യിലാണ്, അതൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളുടെ ബൈക്ക്, ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഏത് ദിശയിലേക്കാണ് പോയതെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. കാരണം എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് രണ്ട് ഭാഗത്തേക്കും പോവാം. ഒന്നുകിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോവാം, അല്ലെങ്കിൽ നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് ഈ വഴിയിലൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും ആ രീതിയിലുള്ള പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും അത്യന്തം ദുരൂഹത നിറഞ്ഞ സംഭവം എന്ന് തന്നെ നമ്മൾ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ആ ദുരൂഹത ഏറുകയാണ്. ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ട് നടന്ന ഒരു ആക്രമണമല്ല, കൃത്യമായ കൂടി നടന്ന ആക്രമണം എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇതുവരെ ലഭിച്ച തെളിവുകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ട്രാക്കിൽ നിന്ന് പ്രതിയുടേതെന്ന് സംശയിക്കുന്നത് പോലെ ലഭിച്ച ബാഗും അതിലെ വിവരങ്ങളും ഒപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളുമാണ് ഏറ്റവും നിർണായകമായി വരുന്നത്. ആ ബാഗിൽ പെട്രോളിന്റെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാക്കി പെട്രോളും അത് നിറച്ച കുപ്പിയും ഉണ്ടായിരുന്നു എന്നതാണ് ഇത് പ്രതിയുടേതെന്ന് സംശയിക്കാൻ ഇടയാക്കുന്നത്. അതിൽ നിന്ന് ലഭിച്ച മറ്റു വിവരങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ള കുറിപ്പുകൾ അടങ്ങിയ ഒരു നോട്ട്ബുക്ക്, ഒപ്പം തന്നെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെയും അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഈ വിവരങ്ങളാണ് ഏറ്റവും നിർണായകമായി ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രതി ട്രെയിനിലെ ട്രാക്കിനിടയിൽ കൂടി ഓടി ഇറങ്ങി വന്ന് രക്ഷപ്പെടുന്ന, ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളാണ്. അത് അവിടെ ഒരു വീട്ടിൽ നിന്നും ശേഖരിച്ചതാണ്. ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതിയാണ് എന്ന് സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാൾ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, പ്രതിക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ആ ബൈക്ക് ആ പ്രതിയെ കാത്ത് അവിടെ നിന്നതാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് ചോദിച്ചോ അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്ന ഒരു സ്വഭാവമല്ല ആ CCTV ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നിർണായക വിവരങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. കൂടുതൽ വിവരശേഖരണങ്ങൾ നടക്കുകയാണ്. പ്രതിക്കായി വ്യാപകമായ തെരച്ചിലാണ് നടക്കുന്നത്. എന്തായാലും കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇന്നലെ ഈ ട്രെയിനകത്തുണ്ടായിരിക്കുന്നത്. അത് ഒരു വളരെ ഗ്രാവിറ്റിയുള്ള, വലിയ തോതിൽ ഉള്ള കാഷ്വാലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു. ഭാഗ്യം കൊണ്ട് ഇതിൽ ഒതുങ്ങിയെന്ന് വേണം കരുതാൻ. പരിക്കേറ്റ് അല്ലെങ്കിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ഉള്ളവർ 9 പേരാണ്. 3 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഭയപ്പെട്ട് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായ അപകട മരണം എന്ന നിലയിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യന്തം ദുരൂഹത നിറഞ്ഞ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഗ്രാവിറ്റി എന്നറിയാനുള്ള വിശദമായ അന്വേഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടിയിരിക്കുന്നത്. അശ്വിൻ വെല്ലത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അശ്വിൻ, ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? റെയിൽവേ അന്വേഷണമുണ്ടാകും, അല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിവരങ്ങൾ തേടുന്നു എന്ന് മനസ്സിലാക്കുന്നു. കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാം. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അന്വേഷണ രീതികളാണോ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലൊക്കെയുള്ള സംഘർഷങ്ങൾ മുൻപ് ട്രെയിനുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് പക്ഷേ യാതൊരു തരത്തിലുള്ള മുൻപരിചയവുമില്ലാത്ത, യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ആളുകളുടെ മേലേക്ക് ഒരു പ്രകോപനവുമില്ലാതെ, അതാണ് ഈ സാക്ഷിമൊഴികളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്, ഒരു പ്രകോപനവുമില്ലാതെ ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സ് എന്ന് പറയാവുന്ന പോലെ ഈ ആക്രമി എത്തുകയും പെട്രോൾ സ്പ്രേ ചെയ്യുകയും
പെട്ടെന്ന് തന്നെ തീയിടുകയും പെട്രോൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഇയാൾ അല്പസമയം പോലും മടിച്ചു നിന്നില്ല തീയിടാൻ വേണ്ടി. വളരെ പെട്ടെന്ന് തന്നെ തീയിടുകയും അവിടെ നിന്ന് വളരെ വേഗം തന്നെ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ആസൂത്രിത സ്വഭാവം ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നത്. കാരണം എന്തെങ്കിലും തരത്തിൽ മനോനില തെറ്റിയ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളുടെ പ്രവൃത്തി പോലെയല്ല ഇതൊന്നും തന്നെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെയെങ്കിൽ അയാൾ ട്രെയിനിൽ തന്നെ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു. ഇത്ര ആസൂത്രിതമായിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല D1 കമ്പാർട്ട്മെൻറ്റിൽ അയാൾ അധികം സമയം ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് എത്തിയ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് ഈ തീയിടുകയായിരുന്നു. സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. ആളുകൾ പലരും ഉറക്കത്തിലും അങ്ങനെ ഒക്കെയുള്ള അവസ്ഥയിലായിരുന്നു. മാത്രമല്ല കോഴിക്കോട് കഴിയുന്നതോടുകൂടി തന്നെ ട്രെയിനിലെ തിരക്ക് വളരെ കുറഞ്ഞിരുന്നു, ആളുകൾ കുറവായിരുന്നു. ഈ ചില സീറ്റുകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് ഇയാൾക്ക് ഈ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിഞ്ഞു, ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ആ തരത്തിൽ വളരെ ഒരു ആസൂത്രിതമായ ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഇതിനുണ്ട്. അത് പെട്ടെന്നുള്ള ഒരു റിയാക്ഷനോ ഒന്നും തന്നെയായിട്ട് പോലീസ് കണക്കാക്കുന്നില്ല ഈ ഘട്ടത്തിൽ. കാരണം ഇത് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ശരി, ഏതായാലും പ്രതിയുടെ കൂടുതൽ വിവരശേഖരണമാണ് ഏറ്റവും ആദ്യം നടക്കേണ്ടത്. അത് കണ്ടെത്താനുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗ്, ഒപ്പം CCTV ദൃശ്യങ്ങൾ, ഇതാണ് നിർണായകമായിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവമുള്ള സംഭവമാണ്, വളരെ ദുരൂഹത ഉണർത്തുന്ന സംഭവമാണ് ഇന്നലെ ട്രെയിനിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൽ ഇന്നലെയുണ്ടായ ആക്രമണം അതിന്റെ ദുരൂഹത ഏറുകയാണ്. അടിമുടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഏറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രതി ആരെന്നോ എന്താണ് പ്രതിയുടെ ലക്ഷ്യമെന്നോ ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗ് ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഒപ്പം പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഒരു CCTV ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇതുവരെ ലഭിച്ച നിർണായകമായ വിവരങ്ങൾ. ഇത് അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണം പ്രതിക്കായി നടക്കുകയാണ്. വ്യാപക തെരച്ചിലാണ് പ്രതിയെ കണ്ടെത്താനായി നടക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ രാത്രി 9:05 ട്രെയിൻ കോഴിക്കോട് എത്തിയത്. തുടർന്ന് ട്രെയിൻ യാത്ര പുറപ്പെട്ടു. അവിടെ നിന്ന് ട്രെയിൻ കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ട് മിനിറ്റുകൾക്കകം എലത്തൂർ പിന്നിടുമ്പോഴാണ് ഇങ്ങനെയൊരു ആക്രമണം D1 കോച്ചിൽ ഉണ്ടാകുന്നത്. തീ പടർന്നു. ഈ പ്രതി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരിഭ്രാന്തിയോടെ ട്രെയിനിൽ നിന്ന് മറ്റ് കോച്ചുകളിലേക്ക് ഓടുകയും പുറത്തേക്ക് ചാടിയ 3 പേർ അവർ മരിക്കുകയും ചെയ്യുന്ന ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. എന്തായാലും പ്രതിക്കായി വ്യാപക തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ബാഗ് ട്രാക്കിൽ നിന്ന് ലഭിച്ചതാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ. ഇതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള കുറിപ്പുകൾ അടങ്ങിയ നോട്ട് പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതി ഒരുപക്ഷെ മലയാളിയല്ല എന്ന സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. പെട്രോൾ അടങ്ങിയ ഒരു കുപ്പി കണ്ടെടുത്തു എന്നതാണ് ഇത് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗാണ് എന്ന് കരുതാൻ കാരണം. എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. മൊബൈലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത തേടുന്നുണ്ട് അന്വേഷണ സംഘം. മറ്റൊന്ന്, പ്രതി രക്ഷപ്പെടുന്നു എന്ന് കരുതുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ്. ഒരു ബൈക്കിലെത്തിയ ആൾ പ്രതിയെ കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിലുള്ള ഒരു രക്ഷപ്പെടൽ എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ഗൂഢാലോചനയും ആ രീതിയിൽ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണവുമാണ് ഇന്നലെ ട്രെയിനിൽ ഉണ്ടായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അശ്വിൻ വല്ലത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഇതിൽ ഈ ബാഗിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇതൊരു പക്ഷേ മലയാളി അല്ലാത്ത ഒരാൾ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള കുറിപ്പുകൾ ആണ് അങ്ങനെ ഒരു സംശയത്തിന് ഇട നൽകുന്നത്. തെക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മറ്റ് ആസൂത്രിതമാണ് ഈ ആക്രമണം എന്ന് തോന്നിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണം കേരളത്തിന് പുറത്തേക്കൊക്കെ ഒരുപക്ഷെ വ്യാപിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? റെയിൽവേ എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. ഏത് നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രതി കേരളം വിട്ടിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കാനോ ഉള്ള സാധ്യതകൾ ഉണ്ടോ?
രേണുക, ATS-ഉം അതേപോലെ തന്നെ റെയിൽവേ പോലീസും RPF-ഉം അതേപോലെ കേരള പോലീസും സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല NIA ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു അട്ടിമറി സാധ്യത കൂടി കണക്കിലെടുക്കുന്നു, ഒരു അട്ടിമറി സാധ്യത കൂടി ഈ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ. കാരണം ഇത്ര കണ്ട് ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരു അട്ടിമറി സാധ്യതയുണ്ടാവാൻ അത്തരം പരിഗണനകൾ കൂടെയുണ്ട്. കാരണം ഇന്നലെ രാത്രി 9:11 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വിടുന്നു. അതിനുശേഷം പിന്നീട് ഒരു 10 മിനിറ്റ് സമയത്തിനകമാണ് ആക്രമണം നടക്കുന്നത്. ആളൊഴിഞ്ഞ പ്രദേശമാണ് എലത്തൂർ ഭാഗം. എലത്തൂരിൽ ട്രെയിന് സ്റ്റോപ്പില്ല. പിന്നീടുള്ള അടുത്ത സ്റ്റേഷൻ കൊയിലാണ്ടിയാണ്. ഈ കൊയിലാണ്ടി എത്തുന്നതിനിടയിലുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് മാത്രമാണോ എലത്തൂർ തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എലത്തൂർ വെച്ച് ഈ ആക്രമണം നടക്കണം എന്നുള്ള തരത്തിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളെ പറ്റിയുള്ള നിർണായകമായ സൂചനകൾ ഈ ബാഗിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഈ ബാഗിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ, അതിൽ ഇത് ബാഗ് ഇയാളുടേത് തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിക്കാനുള്ള ഒരു സാധ്യത അതിൽ ഒരു കുപ്പി പെട്രോൾ ഉണ്ടായിരുന്നു. ഇയാൾ ട്രെയിനിൽ ഉപയോഗിച്ചത് 2 കുപ്പി പെട്രോളാണ്. അങ്ങനെ ബാഗിൽ ബാക്കി 1 കുപ്പി പെട്രോൾ ഉണ്ടായിരുന്നു. അങ്ങനെ 3 കുപ്പി പെട്രോളുമായി തന്നെയാണ് ഇയാൾ ട്രെയിനിൽ കയറിയത്. അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ആക്രമണം നടന്നത് എന്ന് തെളിയിക്കുന്നതാണത്. 3 കുപ്പി പെട്രോൾ ഇയാളുടെ ബാഗിലുണ്ടായിരുന്നു. അതിൽ 2 കുപ്പി പെട്രോൾ ഉപയോഗിച്ചു. പിന്നീട് രക്ഷപ്പെടുന്നതിനിടയിൽ നഷ്ടപ്പെട്ടതാവണം ഇയാളുടെ ബാഗ്. ഇവിടെ നിന്നും എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കുറെ കൂടി മുന്നിൽ കോരപ്പുഴ പാലത്തിനടുത്താണ് ട്രെയിൻ നിൽക്കുന്നത്. ഈ ചെയിൻ വലിച്ച ശേഷം ട്രെയിൻ നിൽക്കുന്നത്. അയാൾ അവിടെ നിന്ന് പിന്നിലേക്ക് ഓടുന്നുണ്ട്. കുറെ ദൂരം പിന്നിലേക്ക് ഓടിയ ശേഷമാണ് ഇയാൾ ഹൈവേ ഭാഗത്തേക്ക് എത്തുന്നത്. ഈ ഓടുന്നതിനിടയിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടതാവണം, അല്ലെങ്കിൽ തീ കൊളുത്തുന്നതിനിടയിൽ ഇയാളുടെ കയ്യിൽ നിന്ന് പോയതാവണം ബാഗ്. ഈ 2 സാധ്യതകളാണുള്ളത്. ഇനി അതല്ലെങ്കിൽ ബോധപൂർവം അന്വേഷണം വഴി തിരിച്ചുവിടാൻ വേണ്ടി ഒരു ബാഗ് ഉപേക്ഷിക്കുകയായിരുന്നിരിക്കണം. അത്തരം സാധ്യത കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ആസൂത്രിതമായിട്ട് ആക്രമണം നടത്തിയ ഒരാൾ അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ബാഗ് ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കുമോ എന്നുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ബാഗിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ വളരെ പ്രധാനമാണ്. അതിന്റെ ഫോറൻസിക് പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. പെട്രോൾ 1 കുപ്പി പെട്രോൾ കിട്ടിയിട്ടുണ്ട്. ഒരു ടിഫിൻ ബോക്സ് ഉണ്ട്, അതിൽ ഭക്ഷണമുണ്ട്, കഴിച്ചിട്ടില്ല. ഭക്ഷണം ടിഫിൻ ബോക്സിനകത്തുണ്ട്. ഇന്നലെ ടിഫിൻ ബോക്സ് കണ്ടതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്ഫോടക വസ്തു ആവാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ബോംബ് സ്ക്വാഡ് പരിശോധിച്ച ശേഷമാണ് പിന്നീട് ഈ പരിശോധനയൊക്കെ നടക്കുന്നത്. മാത്രമല്ല ഒരു മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത്. മാത്രമല്ല അതിന്റെ ഡിസ്പ്ലേ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. സൈബർ ഫോറൻസിക് സംഘം ഈ മൊബൈൽ ഫോൺ പരിശോധിക്കും. പിന്നീടുള്ളത് 2 നോട്ട് പുസ്തകങ്ങളാണ്. അതിൽ ഒന്ന് സ്റ്റിക്കി നോട്ട്സിന്റെ ഒരു, നമ്മൾ ചെറിയ കുറിപ്പുകളൊക്കെ എടുക്കുന്ന സ്റ്റിക്കി നോട്ട്സിന്റെ ഒരു ചെറിയൊരു നോട്ടാണ്. അതിൽ ചില സ്ഥലപ്പേരുകളുണ്ട്. തിരുവനന്തപുരം, കന്യാകുമാരി, കുളച്ചൽ എന്നൊക്കെയുള്ള ചില സ്ഥലപ്പേരുകൾ മാത്രം അതിലുണ്ട്. മറ്റൊന്നുള്ളത് ഒരു നോട്ട് പാഡാണ്. ഇയാൾ ഉപയോഗിച്ചെന്ന് കരുതുന്ന നോട്ട് പാഡാണ്. അതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് കുറിപ്പുകളുള്ളത്. ഹിന്ദിയിൽ വളരെ കുറച്ച് മാത്രമാണ് കുറിപ്പുകളുള്ളത്. ഒട്ടുമുക്കാൽ ഭാഗം കുറിപ്പുകളും ഇംഗ്ലീഷിൽ തന്നെയാണ്. ആ കുറിപ്പുകൾ ഒരു ദിനാന്ത്യ കുറിപ്പുകൾ എന്നുള്ള നിലയ്ക്കാണ് എല്ലാം ഉള്ളത്. കൃത്യമായി ഡേറ്റ് ഇട്ട് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കുറിപ്പുകളാണ് അതിനകത്തുള്ളത്. ആ കുറിപ്പിൽ ഇയാളുടെ ദിനചര്യകളും അതേപോലെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ആ കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട്. പിന്നീടുള്ളത് ഇയാളുടെ വസ്ത്രങ്ങളാണ്. ഇയാളുടെ 2-3 സെറ്റ് വസ്ത്രങ്ങളുണ്ട്. ടീഷർട്ട്സ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, ട്രാക്ക് സ്യൂട്ട് ഉണ്ട്. അങ്ങനെ ഇയാളുടെ വസ്ത്രങ്ങളുണ്ട്. വസ്ത്രത്തിന്റെ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് സംഘം പരിശോധിക്കുകയാണ്. ഈ കുറിപ്പുകളിൽ ഇയാളുടെ നോട്ട് പാഡിൽ എഴുതിയിരിക്കുന്ന ചില പേരുകൾ വളരെ പ്രധാനമാണ്. ഷരൂഖ് സെയ്ഫി കാർപ്പന്റർ എന്നുള്ള ഒരു പേര് ആവർത്തിച്ച് പലയിടങ്ങളിലും ഈ നോട്ട് പാഡിൽ കാണാം. അതേപോലെ തന്നെ മറ്റു ചില പേരുകളുമുണ്ട്, പക്ഷേ അത് കൂടുതലായിട്ടില്ല. ഷരൂഖ് സെയ്ഫി കാർപ്പന്റർ എന്ന പേര് ആവർത്തിച്ച് പല പേജുകളിലും കാണാനുണ്ട്. മാത്രമല്ല S എന്ന അക്ഷരം ഡിസൈൻ ചെയ്ത പോലെ പലതരത്തിലാക്കി എഴുതിയിട്ടുണ്ട്. ഇയാളുടെ ജോലി ഈ മരപ്പണി പോലുള്ള ജോലിയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്താനുള്ള ചില തെളിവുകളുണ്ട്. ചില ഫർണിച്ചറുകളുടെ സ്കെച്ചുകൾ, അതേപോലെ തന്നെ കുറിപ്പുകളിൽ ഇയാളുടെ ജോലി സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ, കിട്ടാനുള്ള പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതേപോലെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ഗോൾസ് കൃത്യമായിട്ട് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള നോട്ട്സ് അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, അതേപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം, പെർഫോമിംഗ് നമാസ്, അതേപോലെ റീഡിംഗ് ഖുറാൻ ലൗഡ്ലി, അങ്ങനെ എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഗോയിങ് ഫോർ പെർഫോമിംഗ് യോഗ ടിൽ 1 hour,
റീഡിംഗ് ബുക്ക്, ബ്രേക്ക്ഫാസ്റ്റ്, ഗോയിങ് ടു വർക്ക്, അങ്ങനെ അക്കമിട്ട് ഈ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ചെലവഴിച്ച തുക കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും ചെലവഴിച്ച തുക 15 രൂപ, 5 രൂപ, അങ്ങനെ ചെറിയ തുകകൾ വരെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഗൂഗിൾ പേ ചെയ്ത പണത്തെക്കുറിച്ചുള്ള കണക്കുണ്ട്. അങ്ങനെ ഒരാളുടെ ഈ ദൈനംദിന ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ വിശദാംശങ്ങളും അടങ്ങിയിരിക്കുന്ന കുറിപ്പുകളാണ്. പക്ഷേ ഈ കുറിപ്പുകളൊന്നും തന്നെ ഇയാൾക്ക് എന്തെങ്കിലും തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകൾ നമ്മൾ കണ്ടിടത്തോളമില്ല. പക്ഷേ ഫോറൻസിക് സംഘം ഒരു വിശദമായ പരിശോധന ഇതിൻ്റെ നടന്നിട്ടില്ല. നമുക്ക് തൊട്ടടുത്ത് നിന്നാണ് ഈ സംഘം പരിശോധിച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ പുസ്തകം കാണുന്നതും. അതിൽ എഴുതിയ ചില കുറിപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്. അത്തരത്തിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച്, ഈ കഫീൻ അഡിക്ഷൻ മാറ്റേണ്ടതിനെക്കുറിച്ച്, നിക്കോട്ടിൻ അഡിക്ഷൻ, ടൊബാക്കോ അഡിക്ഷൻ മാറ്റേണ്ടതിനെക്കുറിച്ച്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക്, ഇത് ആക്രമണത്തിൻ്റെയോ അത്തരം വിശദാംശങ്ങളിലേക്ക് ഇത് പോകുന്നില്ല. കൊടുക്കാനുള്ള പണത്തെക്കുറിച്ചുണ്ട്, കിട്ടാനുള്ള പണത്തെക്കുറിച്ചുണ്ട്, യാത്ര ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ നോട്ട് പാഡിലുണ്ട്. അത് കൃത്യമായിട്ട് ഡേറ്റ് ഇട്ടിട്ട് 2022 ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു ചുവന്ന ചട്ടയിട്ട പുസ്തകമാണ് എന്ന് ഒഴിച്ചാൽ മറ്റു വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമായതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഇയാളിലേക്ക് നയിക്കാവുന്ന, ഇയാളുടെ ബന്ധങ്ങളിലേക്ക് നയിക്കാവുന്ന തെളിവ് ഇയാളുടെ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. ആ മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് സൈബർ ഫോറൻസിക് സംഘം അത് മൊബൈൽ ഫോൺ പരിശോധിക്കും. കൊള്ളോഗോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല ഫോണിലെ ട്രാൻസാക്ഷൻസ്, UPI ട്രാൻസാക്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത് ഒരാൾ പെട്ടെന്ന് എടുത്ത തീരുമാനമോ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ മുകളിലുണ്ടായ ആക്രമണമോ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥലം ഈ ആക്രമണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നു. അതിനു മുൻപ് യാതൊരു തരത്തിലുള്ള വാക്കേറ്റമോ സംഘർഷമോ ഈ യാത്രക്കാരിൽ ആരുമായിട്ടും ഉണ്ടായിട്ടില്ല. D1 കമ്പാർട്ട്മെന്റിലേക്ക് ഇയാൾ എത്തുന്നത് പോലും മിനിറ്റുകൾക്ക് മുൻപാണ്. അങ്ങനെ ഒരു അട്ടിമറി, ഒരു വാക്കേറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വൈകാരിക ക്ഷോഭത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ആക്രമണമല്ല എന്ന് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. അത് യാത്രക്കാർ നൽകിയ മൊഴിയിലൊക്കെ തന്നെ ആ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഗൗരവം ഈ സംഭവത്തിന് ഉണർത്തുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് പ്രതിയുടേതായി സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നു. അത് മാത്രവുമല്ല, ആസൂത്രിതമായി നടന്ന ആക്രമണങ്ങൾ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അവിടെ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമോ അല്ല ഇത് എന്ന് വരുമ്പോൾ അതിന് കൂടുതൽ ഗൗരവം ലഭിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും പുരോഗമിക്കുന്നത്. ഏതെങ്കിലും അട്ടിമറി സാധ്യതകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു. മാത്രവുമല്ല, മറ്റേതെങ്കിലും സംഘടനകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നത് സംശയിക്കുന്നു. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കാനും കൂടുതൽ ആസൂത്രിതമായി നടന്ന ഒരാക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ നൽകുന്ന സൂചനകൾ. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിലുണ്ടായ ആക്രമണത്തിൽ ദുരൂഹതയേറുകയാണ്. ആരാണ് പ്രതിയെന്നോ എന്താണ് പ്രതിയുടെ ലക്ഷ്യമെന്നോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമല്ല. പ്രതിക്കായി വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. വലിയ ആസൂത്രിതമായി നടന്ന ആക്രമണം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ആ രീതിയിലുള്ളതാണ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ബാഗ് ട്രാക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തു. അതിൽ നിന്ന് പേഴ്സ്, ടീഷർട്ട്, ഒരു കുപ്പി പെട്രോൾ, മൊബൈൽ ഫോൺ, ഇയർഫോൺ, ടിഫിൻ ബോക്സ്, പാക്കറ്റിലുള്ള ലഘുഭക്ഷണം, നോട്ട് പാഡിൽ സ്ഥലപ്പേരുകൾ, ഡയറി കുറിപ്പുകൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ളതാണ് ഈ ഡയറി കുറിപ്പുകൾ. ഒരുപക്ഷെ മലയാളി അല്ലേ പ്രതി എന്ന നിലയിലുള്ള സംശയം ജനിപ്പിക്കുന്നതാണ് ഈ ബാഗിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. മറ്റൊന്ന്, പ്രതിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. ട്രെയിൻ നിർത്തിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ട്രാക്കിന്റെ സൈഡിൽ കൂടി ഓടി രക്ഷപ്പെട്ട് ഒരു ബൈക്കിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇത് ആസൂത്രിതമെന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ബൈക്കുകാരനോട് ചോദിച്ച് ലിഫ്റ്റ് മേടിക്കുകയൊന്നും ആയിരുന്നില്ല. പ്രതി എത്തുമ്പോൾ കൃത്യമായി ബൈക്ക് അവിടെ എത്തി അതിൽ രക്ഷപ്പെടുന്നു എന്ന നിലയിലാണ് ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ആസൂത്രിതമായി നടന്ന ആക്രമണമാണോ ഇത് എന്ന സംശയം ജനിപ്പിക്കുകയാണ്. ട്രെയിനിലുണ്ടായിരുന്നവരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ആ ട്രെയിനിലുണ്ടായിരുന്നില്ല. വാക്കേറ്റമോ പ്രശ്നങ്ങളോ സംഘർഷമോ ഉണ്ടായിരുന്നില്ല. പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യം
ഉള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന യാതൊരു സാഹചര്യങ്ങളുമില്ല. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണം എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വളരെ ആസൂത്രിതമായി ട്രെയിനിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നുവെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളോ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെയോ മറ്റോ ബന്ധം അല്ലെങ്കിൽ മാവോയിസ്റ്റ് സംഘടനകളുടെ ബന്ധമോ മറ്റോ ഇതിനുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ട്രെയിനിൽ നടന്ന ആക്രമണമായതുകൊണ്ട് തന്നെ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകും എന്ന തോന്നലുകളും ഈ ഘട്ടത്തിലുണ്ട്. അശ്വിൻ വലത്ത് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, വളരെ ഗൗരവമുള്ള ഒരു സംഭവം ആയി തന്നെ വേണം കരുതാൻ. ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ടൊന്നും നടന്ന ഒരു ആക്രമണ ശ്രമമല്ല ഇത് എന്ന് വരുമ്പോൾ കൂടുതൽ ആസൂത്രിതമായി നടന്ന ഒരു ആക്രമണമാണെന്ന സംശയവും അത് സംബന്ധിച്ചുള്ള തെളിവുകളും ലഭിച്ചു തുടങ്ങുമ്പോൾ എത്ര ഗൗരവത്തിലാണ് ഈ വിഷയത്തെ അന്വേഷണ സംഘം കാണുന്നത്? റെയിൽവേ അന്വേഷണം തുടങ്ങിയെന്ന് മനസ്സിലാകുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഈ ഘട്ടത്തിൽ വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഇടപെടലിനുള്ള സാധ്യത അല്ലെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ ഉണ്ടോ? രേണുക, ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കേരള പോലീസ്, അതേപോലെ തന്നെ RPF, ATS ഇവരുടെ ഒരു സംയുക്ത അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കിട്ടുന്ന സൂചനകളെല്ലാം തന്നെ ഇതൊരു ആസൂത്രിതമായ ആക്രമണമാണ്. ഒരിക്കലും ഒരു പെട്ടെന്നുണ്ടായ വികാരത്തിന്റെ മുകളിൽ നടന്ന ഒരു ആക്രമണമല്ല എന്നുള്ള നിലയ്ക്കുള്ള ചില സൂചനകൾ തന്നെയാണ് പോലീസിനും അന്വേഷണ സംഘത്തിനുമെല്ലാം തന്നെ ഇപ്പോൾ ലഭിക്കുന്നത്. അതിന് ആ സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം, സ്ഥലം എന്നുള്ളവയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടതിന് ശേഷം ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ആക്രമണം നടക്കുന്നു. D1 കോച്ചിലേക്ക് ഇയാൾ വളരെ വേഗം എത്തുകയും, D1 കോച്ചിൽ ഉണ്ടായിരുന്നയാളല്ല ഇയാൾ, ഈ ആക്രമണം നടത്തിയ ആൾ D1 കോച്ചിൽ ഉണ്ടായിരുന്നതല്ല, അങ്ങോട്ടേക്ക് വളരെ വേഗത്തിലെത്തുകയും ആക്രമണം നടത്തിയ ശേഷം ആരോ, യാത്രക്കാരാണോ അതോ മറ്റാരെങ്കിലുമാണോ ചെയിൻ വലിച്ചതെന്നറിയില്ല, ചെയിൻ വലിച്ചതിന് ശേഷം ഈ സ്ഥലത്ത് ഇയാൾ ഇറങ്ങി രക്ഷപ്പെടുന്നു. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിലേക്കാണ് ഓടുന്നത്, ട്രെയിൻ വന്ന വഴിയിലേക്ക് തന്നെയാണ് ഇയാൾ ഓടുന്നത്. കാരണം കോരപ്പുഴ പാലത്തിനടുത്താണ് ട്രെയിൻ നിർത്തുന്നത്. അവിടെ നിന്ന് ഇയാൾ പിന്നിലേക്ക് ഓടുന്നു. പിന്നിലേക്ക് ഓടുന്ന സമയത്താവണം ഇയാളുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രാക്കിൽ. ആ ബാഗ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ബാഗിൽ ഇന്നലെ ടിഫിൻ ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധിച്ചതിന് ശേഷമാണ് ബാഗ് തുറന്നത്. ഇന്നിപ്പോൾ ബാഗ് ഫോറൻസിക് സംഘം പരിശോധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഇയാളിലേക്ക് നയിക്കാവുന്ന ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്താണ് മൂന്ന് പേർ ഈ തീ പടർന്നതിലുള്ള പരിഭ്രാന്തിയിൽ ആയിരിക്കണം അവർ ചാടി ട്രാക്കിൽ തലയടിച്ച് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്, ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് ഇയാൾ പുറത്ത് ഹൈവേ ഭാഗത്തേക്ക് ഓടുകയും അവിടെ നിന്ന് ഇയാളെ കാത്തു നിന്നതുപോലെ ഒരു ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു, ആ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള പെട്ടെന്നുള്ള വികാരക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു ആക്രമണമല്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. മാത്രമല്ല, ഈ ബാഗിൽ നിന്ന്, ഇയാളുടേതെന്ന് കരുതുന്ന ഈ ബാഗിൽ നിന്ന് പോലീസിന് 1 കുപ്പി പെട്രോൾ കൂടെ കിട്ടുന്നു. ഇയാൾ 2 കുപ്പി പെട്രോളാണ് ഇയാൾ ഉപയോഗിച്ചത്. ഈ തീപിടിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ചത്, ഇവരുടെ മേലേക്ക് സ്പ്രേ ചെയ്ത് 2 കുപ്പി പെട്രോളാണ്. മറ്റൊരു കുപ്പി കൂടി 2 ലിറ്ററിന്റെ ഒരു കുപ്പിയിൽ ഒരു പകുതിയോളം പെട്രോൾ കൂടെ കിട്ടുന്നു. ഇങ്ങനെ 3 കുപ്പിയിൽ പെട്രോളുമായി ഇയാൾ കയറുക, മാത്രമല്ല ഇങ്ങനെ പെട്ടെന്ന് ആക്രമണം നടത്തുക, അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുക, ഇതെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഇയാൾക്ക് കൃത്യമായിട്ടുള്ള സഹായം ഇതിനുവേണ്ടി ലഭിച്ചിരുന്നു എന്നുള്ള തരത്തിലേക്കാണ്. ഇതെല്ലാം തന്നെ പോലീസിന്റെ നിഗമനങ്ങളാണ്. ഈ സമയത്ത് ലഭിക്കുന്ന സാഹചര്യ തെളിവുകളും അതേപോലെ തന്നെ CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഒക്കെ വെച്ചുകൊണ്ടുള്ള പോലീസിന്റെ നിഗമനങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇയാൾ ഉത്തരേന്ത്യൻ സ്വദേശിയാണ്, ഈ ആക്രമണം നടത്തിയ ആൾ ഉത്തരേന്ത്യൻ സ്വദേശിയാണ് എന്നുള്ള നിലയ്ക്കുള്ള ചില സൂചനകളുണ്ട്. ഇയാളുടെ ബാഗിൽ നിന്ന് ലഭിച്ച പുസ്തകത്തിൽ പലതരത്തിലുള്ള കുറിപ്പുകളുണ്ട്. അതിനകത്തുള്ള മറ്റൊരു സ്റ്റിക്ക് പാഡിനകത്ത് ചില സ്ഥലപ്പേരുകളുണ്ട്. തിരുവനന്തപുരം, കുളച്ചൽ, കന്യാകുമാരി എന്നൊക്കെയുള്ള ചില, കഴക്കൂട്ടം എന്നൊക്കെയുള്ള ചില സ്ഥലപ്പേരുകൾ അതിലുണ്ട്. ഈ നോട്ട് പാഡിനകത്തുള്ള ചില വിവരങ്ങൾ, അതിനകത്ത് ചില പേരുകളുണ്ട്. ഷാരൂഖ് സൈഫി കാർപ്പന്റർ എന്ന പേര് ആവർത്തിച്ച് പലയിടങ്ങളിലായി കാണുന്നു. ഒരേ പേജിൽ തന്നെ 2-3 തവണ അതേ പേരെഴുതിയിട്ടുണ്ട്. മറ്റു ചില പേജുകളിൽ ആ പേരെഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ഇയാളുടെ തന്നെ പേരാവാനാണ് സാധ്യത. അങ്ങനെ മറ്റു ചില പേരുകൾ കൂടെയുണ്ട്. അത് പക്ഷേ അത്രത്തോളം
നീളമില്ല. എസ് എന്ന അക്ഷരം പലതരത്തിൽ ഡിസൈൻ ചെയ്തും എഴുതിയിട്ടുണ്ട്. ഈ കുറിപ്പുകളിലൊക്കെ തന്നെയുള്ളത് ദിനാന്ത്യ കുറിപ്പുകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള കുറിപ്പുകളാണ് കൂടുതലായും ഉള്ളത്. ഓരോ ദിവസവും എങ്ങനെയായിരുന്നു, തൻ്റെ ജീവിതം, ഓരോ ദിവസത്തെയും ജീവിതം എങ്ങനെയായിരുന്നു, ഡയറി കുറിപ്പുകൾ പോലെ ഒരു ദിവസം എങ്ങനെ കടന്നുപോയി എന്നൊക്കെ വ്യക്തമാക്കുന്ന കുറിപ്പുകളാണ് ഇതിൽ ഉള്ളത്. മാത്രമല്ല ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, അതിൽ നിക്കോട്ടിൻ അഡിക്ഷൻ ഒഴിവാക്കണം, കഫീൻ അഡിക്ഷൻ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെയും എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്. ഹിന്ദിയിൽ വളരെ കുറച്ച് നോട്ട്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെയും എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്. ഇയാളുടെ ജോലിയെക്കുറിച്ച് സൂചന ലഭിക്കുന്ന തരത്തിലുള്ള ചില കുറിപ്പുകളുണ്ട്, സ്കെച്ചുകളുണ്ട്. ഇയാൾ മരപ്പണിയാണ് ചെയ്തിരുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്ന ചില സ്കെച്ചുകൾ, അതായത് ഒരു അലമാരയൊക്കെ ഉണ്ടാക്കാൻ വേണ്ട തരത്തിലുള്ള മെഷർമെന്റ്സ് ഒക്കെയുള്ള ചില സ്കെച്ചുകളുണ്ട്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് ജോലിയുടെ ഭാഗമായിട്ട് കിട്ടാനുള്ള തുകയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ദിവസവും ചെലവഴിച്ച പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും നൽകുന്ന രീതിയിലുള്ള കുറിപ്പുകളാണുള്ളത്. ഫോറൻസിക് സംഘം ഈ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചപ്പോൾ നമ്മൾ വളരെ അടുത്തു നിന്ന് കണ്ടതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ചുവന്ന ചട്ടയിട്ട ആ പുസ്തകം ഇയാളുടെ പുസ്തകമാണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഈ സംഘടനകളുമായോ മറ്റോ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് മനസ്സിലാവാൻ ഇയാളുടെ മൊബൈൽ ഫോൺ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. അത് സൈബർ ഫോറൻസിക് സംഘത്തിന് ആ മൊബൈൽ ഫോൺ കൈമാറും. ആ സൈബർ ഫോറൻസിക് സംഘം പരിശോധിച്ചാൽ മാത്രമേ ഇയാളുടെ കോൾ ലോഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ ഇയാൾ നടത്തിയ UPI ട്രാൻസാക്ഷൻസിനെ കുറിച്ച് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ഈ പരിശോധനയിലൂടെ ലഭിക്കേണ്ടതുണ്ട്. ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നോ, അവസാന മണിക്കൂറുകളിൽ ഈ ആക്രമണം നടത്തുന്നതിന്റെ അവസാന മണിക്കൂറുകളിൽ ഇയാൾ ആരെയൊക്കെ ബന്ധപ്പെട്ടു, ആരെയൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാവാൻ ഈ ഫോൺ തീർച്ചയായും ആ രീതിയിൽ വളരെ നിർണായകമാകുന്ന വിവരങ്ങളായിരിക്കും ആ ഫോണിൽ ഉണ്ടായിരിക്കുക എന്ന് സംശയിക്കുന്നു. ഫോൺ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ടില്ല. പക്ഷേ വിദഗ്ധ സംഘം ഫോണിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചാൽ അത് വളരെ നിർണായകമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപേക്ഷിച്ചിട്ട് ഉള്ള ബാഗാണോ എന്ന ഒരു സംശയം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. അതെന്തായാലും അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളെ അന്വേഷണ സംഘം സമീപിക്കുക. എന്തായാലും ദുരൂഹത ഏറുകയാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ, ആരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ദുരൂഹത ഉണർത്തുകയാണ്. എന്തായാലും അത്യധികം ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അശ്വിനിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇവരുടെ രക്തപരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം പുറത്തു വന്നാലേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു പരിശോധനാ ഫലങ്ങളും വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കുകയാണ് പോലീസും യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടി. തൃശൂർ അവനൂരിൽ ഗൃഹനാഥൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയാണെന്നാണ് സംശയം. അമ്മാനത്ത് വീട്ടിൽ ശശീന്ദ്രനാണ് മരിച്ചത്. ശശീന്ദ്രന്റെ അമ്മ, ഭാര്യ ഗീത, വീട്ടിൽ ജോലിക്കെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികൾ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഒരു തൊഴിലാളിയുടെ നില ഗുരുതരമാണ്. വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, എന്താണ് സംഭവിച്ചത്? എൽദോ, തൃശൂർ അവണൂരിനടുത്ത് എടക്കുളത്ത് ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. അമ്മാനത്ത് വീട്ടിൽ 57 വയസ്സുള്ള ശശീന്ദ്രനാണ് മരിച്ചത്. രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് അവശ നിലയിലായ ശശീന്ദ്രനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശശീന്ദ്രന്റെ ഭാര്യ ഗീതയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും സമാന ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശശീന്ദ്രന് പുറമെ മറ്റുള്ളവരും സമാന ലക്ഷണങ്ങൾ കാണിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധ തന്നെയാണെന്ന സംശയം ബലപ്പെട്ടത്. രാവിലെ ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു. ഇഡ്ഡലിയും കുറുമക്കറിയുമാണ് കഴിച്ചത്. ഇതിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത്. മരിച്ച ശശീന്ദ്രന്റെ ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ. സമാന ലക്ഷണങ്ങളോടെ ശശീന്ദ്രന്റെ ഭാര്യയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധയാകാൻ കാരണമെന്ന സംശയം ബലപ്പെട്ടത്. ഇവരുടെ രക്തപരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം പുറത്തു വന്നാലേ യഥാർത്ഥ
യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു പരിശോധനാ ഫലങ്ങളും വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് പോലീസും യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടി. തൃശൂർ അവനൂരിൽ ഗ്രഹനാഥൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയാണെന്നാണ് സംശയം. അമ്മാനത്ത് വീട്ടിൽ ശശീന്ദ്രനാണ് മരിച്ചത്. ശശീന്ദ്രന്റെ അമ്മ, ഭാര്യ ഗീത, വീട്ടിൽ ജോലിക്കെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികൾ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഒരു തൊഴിലാളിയുടെ നില ഗുരുതരമാണ്. വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, എന്താണ് സംഭവിച്ചത്? എൽദോ, തൃശൂർ അവണൂരിനടുത്ത് എടക്കുളത്ത് ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. അമ്മാനത്ത് വീട്ടിൽ 57 വയസ്സുള്ള ശശീന്ദ്രനാണ് മരിച്ചത്. രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് അവശ നിലയിലായ ശശീന്ദ്രനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശശീന്ദ്രന്റെ ഭാര്യ ഗീതയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും സമാന ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശശീന്ദ്രന് പുറമെ മറ്റുള്ളവരും സമാന ലക്ഷണങ്ങൾ കാണിച്ചതോടെയാണ് ഭക്ഷ്യവിഷബാധ തന്നെയാണെന്ന സംശയം ബലപ്പെട്ടത്. രാവിലെ ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു. ഇഡ്ഡലിയും കുറുമക്കറിയുമാണ് കഴിച്ചത്. ഇതിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത്. മരിച്ച ശശീന്ദ്രന്റെ ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ. സമാന ലക്ഷണങ്ങളോടെ ശശീന്ദ്രന്റെ ഭാര്യയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണമുണ്ടായ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. പ്രതിയെ സംബന്ധിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗ് ട്രാക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ബാഗിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചു. കൈ കാണിക്കാതെ ബൈക്ക് നിർത്തുന്നതും പ്രതി അതിൽ കയറി രക്ഷപ്പെടുന്നതുമാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത് സംഭവം ആസൂത്രിതം എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, ഈ ബാഗിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള കുറിപ്പുകൾ, മൊബൈൽ ഫോൺ എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ മലയാളി ആയിരിക്കില്ലേ പ്രതി എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ബാഗിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. എന്തായാലും വലിയ ദുരൂഹത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആസൂത്രിതമായ ഒരു ആക്രമണമാണ് നടന്നതെന്നാണ് സംശയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഒന്നും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല. അക്രമി ഏതെങ്കിലും തരത്തിൽ മനോവിഭ്രാന്തിയോ മറ്റോ ഉള്ള ആളായിരിക്കുമോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഒന്നും തന്നെ അല്ല ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. വളരെ ആസൂത്രിതമായി നടന്ന ഒരു ആക്രമണം എന്ന നിലയിലാണ് പോലീസ് ഇതിനെ ഇപ്പോൾ സമീപിക്കുന്നത്. ആ നിലയ്ക്കുള്ള അന്വേഷണം നടക്കുന്നു. അട്ടിമറി സാധ്യതയും തള്ളുന്നില്ല അന്വേഷണ സംഘം. ഭീകരവാദ മാവോയിസ്റ്റ് ബന്ധം ഈ സംഭവത്തിന് ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അത്യധികം ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ്. ആ നിലയിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണമാണ്. പ്രതിക്കായി വ്യാപക തെരച്ചിലാണ് നടക്കുന്നത്. ഈ സംഭവത്തിന്റെ കൂടുതൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങൾ ഒക്കെയും കാണാം ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവിൽ.